ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ആദ്യ യാത്രയിൽ തന്നെ ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് മടങ്ങുന്നതിനിടെയുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട വനിതയാണ് കൽപ്പനയെന്ന് നമുക്കറിയാം. എന്നാൽ ബഹിരാകാശ ദൗത്യത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട ആദ്യത്തെ ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ആ ദൗത്യം പാളിപ്പോയതെന്ന് കേട്ടിട്ടുണ്ടോ? വർഷം 1967. സോയൂസ് 1 ദൗത്യത്തിന്റെ ഒരുക്കം നടക്കുന്ന സമയം. സോവിയറ്റ് ബഹിരാകാശ പദ്ധതിയുടെ മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ബഹിരാകാശ യാത്രയ്ക്കായി ഒരുങ്ങുന്ന സമയം. അന്ന് അമരക്കാരനായി ആ പേടകത്തിലുണ്ടായിരുന്നത് വ്ളാഡിമിർ മിഖൈലോവിച്ച് കോമറോവ് എന്ന പരിചയസമ്പന്നനായ ഒരു സോവിയറ്റ് ബഹിരാകാശ യാത്രികനും. പരീക്ഷണാത്മക ദൗത്യമായ സോയൂസ് 1 സാങ്കേതിക പരാജയങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ നേരിട്ടത് വ്ളാഡിമിർ കോമറോവ് തന്നെയാണ്. ജീവന് തന്നെ ഭീഷണിയാണ് ഈ ദൗത്യമെന്നറിഞ്ഞിട്ടും പറക്കൽ പൂർത്തിയാക്കാനുള്ള കോമറോവിന്റെ ദൃഢനിശ്ചയം അദ്ദേഹത്തിന്റെ കഥ മനുഷ്യ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു സംഭവമായി മാറി. വിക്ഷേപണത്തിന് ശേഷം പേടകത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തിരിച്ചിറങ്ങുന്നതിനിടയിൽ പാരച്യൂട്ട് തകരാറിലാവുകയും ചെയ്തതിനെ തുടർന്ന് കോമറോവ് മരിക്കുകയായിരുന്നു. ഇതോടെ ബഹിരാകാശ യാത്രയുടെ ചരിത്രത്തിൽ മരിക്കുന്ന ആദ്യ മനുഷ്യനായി അദ്ദേഹം അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഇന്നും ലോകം ഓർത്തെടുക്കുന്ന ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായ കോമറോവ് സോവിയറ്റ് യൂണിയന് ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നറിയണ്ടേ? 1927 മാർച്ച് 16 മോസ്കോയിൽ ജനിച്ച വ്ളാഡിമിർ കോമറോവ് 15 വയസ്സുള്ളപ്പോൾ സോവിയറ്റ് വ്യോമസേനയിൽ ചേർന്നതോടെയാണ് വ്യോമയാനത്തിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചത്. 1959 സുഖോസ്കി വ്യോമസേന എഞ്ചിനീയറിംഗ് അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ ആ മേഖലയിൽ മുന്നേറാനും സാധിച്ചു. 1964 ഒന്നിലധികം ക്രൂ അംഗങ്ങളെ വഹിച്ച ആദ്യത്തെ ബഹിരാകാശ വിമാനമായ വോസ്കോഡ് 1 അദ്ദേഹമാണ് നയിച്ചത്. സോവിയറ്റ് ബഹിരാകാശ പരിപാടിയിലെ ഒരു പ്രമുഖ വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവി ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് ആ ദൗത്യം സഹായകരമാവുകയും ചെയ്തിരുന്നു. പിന്നീടാണ് സോയൂസ് മിഷൻ ആരംഭിക്കുന്നത്. 1967 ഏപ്രിൽ 23 വിക്ഷേപിച്ച സോയൂസ് 1 ദൗത്യം സോവിയറ്റ് സോയൂസ് ബഹിരാകാശ പേടകത്തിന്റെ ആദ്യത്തെ ക്രൂ ഫ്ലൈറ്റ് കൂടിയായിരുന്നു. ഏക ടെസ്റ്റ് പൈലറ്റായി അന്ന് വ്ളാഡിമിർ കോമറോവ് മാത്രമാണ് ആ പേടകത്തിലുണ്ടായിരുന്നതും. നാവിഗേഷൻ, ലൈഫ് സപ്പോർട്ട്, ഡോക്കിംഗ് കഴിവുകൾ എന്നിവയുൾപ്പെടെയുള്ള സംവിധാനം പരീക്ഷിക്കുന്നതിനായി ഒരുങ്ങിയ ദൗത്യം ഉടനടി പ്രശ്നങ്ങൾ നേരിട്ടു. തകരാറുകൾ ഉണ്ടാകില്ലെന്ന് കരുതിയിരുന്ന സോളാർ പാനൽ പരാജയപ്പെട്ടു. ഇത് ഗുരുതരമായ വൈദ്യുതി ക്ഷാമത്തിനും കാരണമായി. ഈ തകരാറുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും വലിയ അപകട സാധ്യത മുന്നിൽ കണ്ടിട്ടും ആ ദൗത്യം തുടരുക എന്ന വലിയ തീരുമാനമായിരുന്നു കോമറോവ് വന്നെടുത്തത്. ഏപ്രിൽ 24 ആ ദൗത്യം വീണ്ടും ആരംഭിച്ചപ്പോഴും പാരച്യൂട്ടിന് തകരാറുകളുണ്ടായിരുന്നു. സാഹചര്യമെല്ലാം പ്രതികൂലമായി ഒടുവിൽ തെക്കുകിഴക്കൻ റഷ്യയിൽ സോയൂസ് 1 തകർന്നു വീഴുകയായിരുന്നു. കോമറോവ് തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ആദ്യകാല ബഹിരാകാശ പര്യവേഷണത്തിന്റെ അപകടങ്ങളുടെ ആഘാതം ലോകത്തിന് മനസ്സിലായത്. ബഹിരാകാശ പേടക രൂപകൽപ്പനയിലെ പിഴവുകൾ, ദ്രുതഗതിയിലുള്ള വികസനം, ബഹിരാകാശ മത്സരത്തിലെ രാഷ്ട്രീയ സമ്മർദ്ദം എന്നിവ ഈ ദൗത്യം തുറന്നുകാട്ടി. കോമറോവിന്റെ മരണം സോയൂസ് സംവിധാനങ്ങളുടെ പുനർരൂപകൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്തു. കോമറോവിന്റെ ധീരതയ്ക്കും സംഭാവനകൾക്കും ആദരസൂചകമായി മരണാനന്തരം ഓർഡർ ഓഫ് ലെനിൻ ബഹുമതിയും സോവിയറ്റ് യൂണിയന്റെ ഹീറോ പദവിയും അദ്ദേഹത്തിന് ലഭിച്ചു. ദേശീയ നായകൻ എന്ന നിലയിലും സോവിയറ്റ് ബഹിരാകാശ നേട്ടത്തിന്റെ പ്രതീകമെന്ന നിലയിലും അദ്ദേഹത്തിന്റെ പദവി പ്രതിഫലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ക്രെംലിൻ ചുമരിൽ അടക്കം ചെയ്യുകയാണുണ്ടായത്. മനുഷ്യരാശിക്ക് എന്നും താല്പര്യവും കൗതുകവുമുള്ള വിഷയമാണ് ബഹിരാകാശ ദൗത്യങ്ങൾ. ഇന്നത്തെ അത്രയും പോലും സാങ്കേതിക വിദ്യ പുരോഗമിച്ചിട്ടില്ലാത്ത പഴയകാല ദൗത്യങ്ങൾ എങ്ങനെ നടന്നെന്ന് നാം ചിന്തിച്ചു കാണും. അതിജീവനത്തിന്റെ മാത്രമല്ല, ബഹിരാകാശ ദൗത്യത്തിനിടയിൽ ജീവൻ പൊലിഞ്ഞ ഒട്ടനവധി സഞ്ചാരികളുടെ കഥകളുമുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യത്തെ പേരായ വ്ളാഡിമിർ മിഖൈലോവിച്ച് കോമറോവ് എന്ന സഞ്ചാരിയെ ലോകം ഒരിക്കലും മറക്കുകയുമില്ല.